മറ്റൊരു വാർത്തയിലേക്ക്. PM ശ്രീയിൽ കേന്ദ്ര സർക്കാർ നിബന്ധനകൾ മറികടക്കാം എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട്. കേന്ദ്ര നിബന്ധനകളിൽ പാഠ്യപദ്ധതി നിർബന്ധമില്ല. SCERT പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചാൽ മതിയാകും. നിബന്ധനകൾ പാലിക്കേണ്ടി വരിക PM ശ്രീ ബോർഡിൽ മാത്രമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. SSK ഫണ്ട് സംസ്ഥാനത്തിന് അനിവാര്യമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതുതന്നെയല്ലേ കഴിഞ്ഞ സർക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ ഹർഷൻ, അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ സർക്കാരും പറഞ്ഞത്, അല്ലെങ്കിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി അടക്കം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലുള്ളത്. പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായ N ഷംസുദ്ദീൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് PM ശ്രീയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടറി ഈ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കേന്ദ്ര നിബന്ധന പ്രകാരം പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ല. NCERT ടെക്സ്റ്റ് ബുക്കുകൾ സംസ്ഥാനത്തെ സ്കൂളുകൾ അഥവാ PM ശ്രീ സ്കൂളുകളാക്കി മാറ്റുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടി വരില്ല. SCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിപ്പിച്ചു പോകാം. അതിനോടൊപ്പം തന്നെ ആകെ വരുന്ന ഒരു നിബന്ധന, അല്ലെങ്കിൽ പാലിക്കേണ്ടി വരുന്ന നിബന്ധന, ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് മുന്നിൽ സ്ഥാപിക്കേണ്ട ബോർഡുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ ബോർഡ് സ്ഥാപിക്കേണ്ടി വരും. അതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കേണ്ടി വരും എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഈ കേന്ദ്ര നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അത് SSK അടക്കം വലിയ രീതിയിൽ ബാധിക്കും. SSK ഫണ്ട് അടക്കം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. മുന്നോട്ട് പോകണമെങ്കിൽ SSK ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടിലുള്ളത്.